BJP എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് ഇന്ത്യയിലെ എല്ലാ മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു ചവറ്റുകുട്ടയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അതിലുള്ളവർ. മുൻ BJP MPയും ഇപ്പോൾ ഡൽഹിയിലെ കാൽക്കാജിയിൽ നിന്നുള്ള നിയമസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ആളുമായ രമേഷ് ബിധൂരി എന്ന വ്യക്തി പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ നിന്ദ്യമായ വാക്കുകൾ പ്രിയങ്കയെ മാത്രമല്ല ഇന്ത്യയിലെ സ്ത്രീത്വത്തെ മൊത്തം അപമാനിക്കുന്നവയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MPയായ ഇയാൾക്ക് സീറ്റ് നിഷേധിച്ചപ്പോൾ അയാൾ ലോക്സഭയിൽ മുസ്ലിം സമുദായത്തെ വളരെ നിന്ദ്യമായ വൃത്തികെട്ട രീതിയിൽ അപമാനിച്ചത് കാരണമാണ് അത് എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. എന്നാൽ അതല്ല അതിന് കാരണം എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്രാവശ്യം ഡൽഹി നിയമസഭയിലേക്ക് ഇയാൾക്ക് ടിക്കറ്റ് നൽകാനുള്ള മോദിയുടെ തീരുമാനം. ദോഷം പറയരുതല്ലോ, ഇയാൾ ആ പാർട്ടിക്ക് വളരെ യോജിച്ച വ്യക്തിയാണെന്ന് വാക്കുകളിലൂടെ പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ള ആളാണ്. എല്ലാ BJPക്കാരെയും പോലെ മാന്യതയും സംസ്കാരവും വിവേകവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ജന്മം. ഇയാൾ കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ ലോക്സഭയിലെ തന്നെ മറ്റൊരു MPയായ ഡാനിഷ് അലിക്കെതിരെ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ സംസ്കാരമുള്ള ഏതൊരു ഇന്ത്യക്കാരനും നാണിച്ച് തലകുനിക്കണം. അയാളുടെ അന്നത്തെ വാക്കുകൾ കേട്ടുകൊള്ളൂ. अगर जाता है तो देश के प्रधानमंत्री को जाता है। ये आतंकवादी है, उग्रवादी है, ये मुल्ला आतंकवादी है। കേട്ടല്ലോ ഇയാൾ പറഞ്ഞത്. ഉത്തരവാദി, തീവ്രവാദി, മുല്ല, ഖഡുവ. ഈ ഖഡുവ എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ സൂചിപ്പിക്കുന്ന നിന്ദ്യമായ ഒരു വാക്കാണ് എന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇയാൾ ഈ തീവ്രവാദി മുല്ല എന്നൊക്കെ വിളിക്കുന്നത് അന്ന് BSPയിൽ നിന്ന് ലോക്സഭാംഗമായിരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള MPയായ ഡാനിഷ് അലിയെയാണ്. ഇയാൾക്കെതിരെ ഒരു നടപടിയും അന്ന് നിഷ്പക്ഷനായ പക്ഷപാതി സ്പീക്കർ ഓം ബിർള എടുത്തില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ഇയാൾ സ്ഥിരമായി ഇതുപോലെ ഇതിലും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു നിന്ദ്യ ജന്മമാണ്. ഇയാളുടെ മറ്റൊരു വീഡിയോ കണ്ടുകൊള്ളൂ. बच्चे पैदा क्यों करे फिर? बच्चे पैदा क्यों करे फिर? सर आपके हाथ में है, बच्चे का भविष्य सर आपसे फीस भी ज्यादा ली जा रही है स्कूल तो चलवा ले पहले। हाँ सर बच्चे पैदा क्यों करे फिर? ഇതിൽ ഇയാളെ ചെന്ന് കണ്ട അയാളുടെ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വോട്ടറോട് അയാൾ ചോദിക്കുകയാണ്, എന്തിനാണ് കുട്ടികളെ ഉണ്ടാക്കിയത്? നാണമില്ലേ കുട്ടികളെ ഉണ്ടാക്കാൻ എന്ന്. എന്തോ ആവശ്യത്തിന് വേണ്ടി ഇയാളെ ചെന്ന് കണ്ടതാണ് ആ വോട്ടർ. അദ്ദേഹം പറയുന്നത് കേൾക്കാം. फीस भी ज्यादा ली जा रही है താങ്കൾ എന്റെ കുട്ടിയുടെ ഭാവി നശിപ്പിക്കരുത് എന്ന്. ഒരു തെരുവ് ഗുണ്ടയ്ക്ക് ഇതിലും സംസ്കാരമുണ്ടെന്ന് നിസ്സംശയം പറയാമല്ലോ. ഇനി ഇയാൾ മുൻപ് പാർലമെന്റിൽ കാണിച്ച ഒരു തനിത്തറ പരിപാടി കാണിക്കാം. അതിന്റെ വീഡിയോ ആദ്യം കണ്ടുകൊള്ളൂ. निर्मला सीतारमन जी की ओर से 22-23 के लिए अनुदान के अनुकूल दर्शाने वाला विवरण। ഇവിടെ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി BJPയിൽ നിന്നുള്ള പങ്കജ് ചൗധരി കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിനുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ആ സമയം അദ്ദേഹത്തിന്റെ പിറകിൽ നിന്ന് ഇയാൾ കാണിക്കുന്ന വൃത്തികെട്ട ആഭാസകരമായ കോമാളിത്തരം കണ്ടല്ലോ. ഇയാൾ വിളിച്ചലറുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. പപ്പുവിന് ബുദ്ധി കൊടുക്കൂ എന്നാണ് എനിക്ക് തിരിഞ്ഞത്. അയാളുടെ ആ മുഖഭാവവും ആ കാട്ടായം കണ്ടാൽ ഛർദ്ദിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ഇതുപോലെ ഒരു എട്ടുംകെട്ട കോമാളിക്കാണ് മോദി ഡൽഹിയിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ സീറ്റ് കൊടുത്തത്. ഇയാൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേര് പറഞ്ഞ് സ്ത്രീകളെ മൊത്തം അവഹേളിക്കുന്ന വീഡിയോ ആണ് ഇത്. लालू ने कहा था बिहार में कि बिहार की सड़कों को मैं हेमा मालिनी जी के गालों जैसे बना दूंगा। लालू ने झूठ बोला था, नहीं बना पाया, लेकिन मैं आपको विश्वास दिलाता हूं, जैसे ओखले की सड़कें हमने बना दिए, संगम बिहार की सड़कें बना दिए, इसी प्रकार से कालकाजी भी सुधार कैंप के सामने वाली, बराबर वाली, अंदर वाली सारी की सारी सड़कें प्रियंका गांधी के गाल जैसे जरूर बना देंगे. ലാലു പറഞ്ഞിരുന്നു ബീഹാറിലെ റോഡുകളെ ഹേമമാലിനിയുടെ കവിളുകൾ പോലെ ആക്കുമെന്ന്. ലാലു നുണ പറഞ്ഞതായിരുന്നു, അങ്ങനെ ഉണ്ടാക്കിയില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, ഓഖ്ലയിലെ റോഡുകൾ ഞങ്ങൾ നിർമ്മിച്ചതുപോലെ, ബീഹാറിലെ സംനത്തിൽ റോഡുകൾ നിർമ്മിച്ചതുപോലെ കാൽക്കാജിയിലെ എല്ലാ റോഡുകളും പ്രിയങ്ക ഗാന്ധിയുടെ കവിളുകൾ പോലെ നിർമ്മിക്കും. ഇത് കേട്ട് അടുത്തു നിൽക്കുന്ന BJPയിലെ ആ വനിതാ നേതാവ് ഇളിക്കുന്നത് കണ്ടാൽ
എന്താണ് പറയേണ്ടത്? സ്ത്രീത്വത്തെ ഇയാൾ പരസ്യമായി അപമാനിക്കുമ്പോൾ അത് കേട്ട് ഇളിക്കുന്ന വനിതാ നേതാവ്. ഈ പാർട്ടിയിൽ വനിതയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം ഇത്തരമാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യം ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവാം ഇയാൾ പറഞ്ഞതിൽ എന്താണ് കുഴപ്പമെന്ന്. ഇതിലെ കുഴപ്പം എന്താണ് എന്ന് വെച്ചാൽ, സ്ത്രീകളെ ഇതുപോലെ ഒരു വസ്തുവായി കാണാൻ, ഒരു വിലയില്ലാത്തവരായി സംസാരിക്കാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് തോന്നിയതുപോലെ വൃത്തികേട് പറയാനുള്ളതല്ല സ്ത്രീത്വം എന്നുള്ളത്. ഇയാളുടെ ഈ വാക്കുകൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായത്. കൽക്കാജിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അൽക്കാലാംബയുടെ നേതൃത്വത്തിൽ ഇയാളുടെ കോലം കത്തിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. കോൺഗ്രസ് നേതാവ് ഡോക്ടർ ക്ഷമ മുഹമ്മദ് ഇയാളുടെ ഈ വാക്കുകൾക്കെതിരെ ട്വിറ്ററിൽ കുറിച്ചതാണ് ഇത്. മോദിയുടെ പ്രിയപ്പെട്ടവനായ രമേഷ് ബിദൂരി വീണ്ടും വിഷം ചീറ്റാൻ തുടങ്ങിയിരിക്കുന്നു. പാർലമെന്റിൽ മുസ്ലിം എംപിക്കെതിരെ നിന്ദ്യമായ വാക്കുകൾ പ്രയോഗിച്ച ഇയാൾക്ക് വീണ്ടും ടിക്കറ്റ് നൽകി ആദരിച്ചതിൽ നിന്ന് വ്യക്തമാകുന്നത് മോദി ഇയാളുടെ ഭാഷയെ പിന്താങ്ങുന്നു എന്നാണ്. കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് ഡോക്ടർ കനയ്യകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്: സംഘശാഖയിൽ നിന്ന് പഠിച്ചത് മാത്രമാണ് രമേഷ് ബിദൂരി സംസാരിക്കുന്നത്. അയാൾ സംസാരിക്കുമ്പോഴെല്ലാം അത് പാർലമെന്റിലാകട്ടെ തെരുവുകളിലാകട്ടെ ശാഖയുടെ സംസ്കാരവും പ്രത്യയശാസ്ത്രവും മാത്രമാണ് അയാൾ സംസാരിക്കുന്നത്. ഇയാളെ പോലെയുള്ളവരുടെ മെന്റാലിറ്റി സ്ത്രീകൾക്കും ദളിതർക്കും ആദിവാസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്കക്കാർക്കും പാവങ്ങൾക്കും എതിരാണ്. അത് പലപ്പോഴും അവരുടെ നാവിൽ നിന്ന് അറിയാതെ പുറത്തു വരും. ഇവർക്ക് സൽബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രശസ്ത മറാത്തി നാടോടി ഗായിക നേഹ സിംഗ് റാത്തോർ കുറിച്ചത് ഇങ്ങനെയാണ്: BJP സ്ഥാനാർത്ഥി രമേഷ് ബിദൂരിയുടെ വാക്കുകൾ കണ്ടോ? ഇതാണ് BJPക്ക് സ്ത്രീകളോടുള്ള മനോഭാവം. ഡൽഹിയിലെ സ്ത്രീകളുടെ മാനം ഇത്തരത്തിലുള്ളവരുടെ കൈകളിൽ സുരക്ഷിതമാണോ? വാക്കുകൾ ബിദൂരിയുടേതും സംസ്കാരം BJPയുടേതും ആണ്. ഇവരാണ് പെൺകുട്ടികളെ സംരക്ഷിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദി, നിങ്ങൾ കേട്ടോ? ഏതായാലും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും വലിയ തോതിൽ വിമർശനം ഉയർന്നതിനാൽ എന്തോ കാരണത്താൽ ഇയാൾ അല്പം പോലും ന്യായീകരിക്കാൻ നിൽക്കാതെ അവസാനം ഇതിന് നിരുപാധികം മാപ്പ് ചോദിച്ചു എന്ന സത്യം കൂടി പറയേണ്ടത് എന്റെ കടമയാണ്. मेरे इस बयान से कोई व्यतीत है, किसी को दुख पहुंचा है, तो मैं हृदय से इस बात के लिए अपने शब्द वापस लेते हुए खेद प्रकट करता हूं और इस बात के लिए मैं दुख प्रकट करता हूं. സാധാരണ ഇവരെ പോലെയുള്ളവർ ഇതിനെ വളച്ചൊടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കേണ്ടതായിരുന്നു. ഏതായാലും ടിക്കറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കും നിരുപാധികം മാപ്പ് പറഞ്ഞത്. ഏതായാലും സവർക്കറുടെ പിൻഗാമികൾക്ക് മാപ്പ് ഒരു അലങ്കാരമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷെ ഇയാളുടെ ഈ മാപ്പ് പറച്ചിൽ ടിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു നാടകമായി മാത്രമേ കാണാനാവൂ. കാരണം ഞാൻ മുൻപ് കാണിച്ചതുപോലെ ഇയാൾ സ്ഥിരമായി ഇതിലും മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന BJPയുടെ അതേ സംസ്കാരമുള്ള ആളാണ്. ഇത് പറഞ്ഞ് ഇയാൾ നാവ് എടുത്തില്ല. വീണ്ടും അതിനേക്കാൾ നിന്ദ്യമായ വൃത്തികെട്ട വാക്കുകളുമായി അയാൾ പ്രസംഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇയാൾ ഈ ക്ഷമ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല എന്ന്. ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെയാണ് ഇയാൾ ഇപ്രാവശ്യം ഇയാളുടെ ദുർഗന്ധം വമിക്കുന്ന നാവ് ചലിപ്പിച്ചത്. अरे ये मार्लिना, ये तो सिंह बन गई भैया, चेहरा ही नाम बदल दिया. केजरीवाल ने बच्चों की कसम खाई थी, भ्रष्टाचारी कांग्रेस के साथ नहीं जाऊंगा. मार्लिना ने बाप बदल दिया. पहले मार्लिना थी, अब सिंह हो गई. ये इनका चरित्र है. അതിഷിക്കെതിരെ ഇയാൾ പറഞ്ഞത് അതിഷി തന്റെ അച്ഛനെ മാറ്റി എന്നാണ്. ആദ്യം അതിഷി മർലേന എന്നായിരുന്നു പേര്, ഇപ്പോൾ സിംഗ് എന്നായി മാറ്റിയിരിക്കുന്നു എന്ന്. ഇയാളുടെ ആ ആംഗ്യങ്ങളും ആ മുഖഭാവവും കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരില്ലേ? എന്ത് ജന്മമാണ് ഇതൊക്കെ? ഇത്ര ഡിസ്കസിംഗ് ആയ ആളുകളാണ് BJP എന്ന് പറയുന്ന ദുർഗന്ധം വമിക്കുന്ന പാർട്ടിയിലുള്ളത്. ഇയാളുടെ ഈ വിടന്റെ മുഖഭാവവും സംസാരവും കേൾക്കുന്ന ആർക്കെങ്കിലും ഇയാൾക്ക് വോട്ട് ചെയ്യാൻ തോന്നുമോ? ചാണകത്തെക്കാൾ ദുർഗന്ധം വമിക്കുന്ന വാക്കുകളും മുഖഭാവവും ചേഷ്ടകളും. ഇത്തരം ആളുകളെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ വോട്ട് ചെയ്യുന്നവർ ഏത് കാറ്റഗറിയിൽ പെടുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല.